ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്ന് കണ്ണൻ ഗെയിമിംഗ് എന്ന് പറയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് ഈ ഗെയിമായിട്ട്. എത്ര നാളായി ഗൈസ് ഇത് കളിച്ചിട്ടെന്നറിയാമോ? ഞാൻ കളിച്ചിട്ടുണ്ട്, അല്ല അങ്ങനെയല്ല, ജസ്റ്റൊക്കെ ഒന്ന് കയറി ഗെയിമൊക്കെ ഒന്ന് കളിച്ചൊക്കെ നോക്കിയായിരുന്നു. പിന്നെ കുറച്ച് ദിവസമായി ഗൈസ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കാണിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പനി ഉണ്ടായിരുന്നു, ഒച്ചരശം മാറിയിട്ടില്ലേ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? ഇന്ന് നമ്മൾ ഈ ഗെയിമിൻ്റെ കുറച്ചും കൂടി മിഷൻ ചെയ്യുന്നതാണ്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു ഒരു കുപ്പി പൊട്ടിക്കുന്നവരെയാണ് തീർത്തത്. നമ്മളിവിടെ എപ്പോൾ വന്നാലും ഒരാളിങ്ങനെ പോണ കാണാം ഗൈസ്. നമ്മളിപ്പോൾ ഇങ്ങാടാണ് പോണത് ഗൈസ്. എന്തിനാണ് പോണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് പോകാം. ഇത് ഞാൻ ഒന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞെന്ന് തോന്നുന്നു ഈ കാര്യം. ഇതൊരു ചെറിയ ഗെയിമാണ്. ഇതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ ഇതൊരു ചെറിയ ഗെയിമാണ്, ഇത് പെട്ടെന്ന് തീരുമെന്നൊക്കെയാണ് പറയണത്. പക്ഷെ അപ്പം നമ്മൾ ഉറപ്പിച്ച് ഏതായാലും ഈ ഗെയിം തീർത്തിട്ട് തന്നെ ആ കാര്യം കഴിയും. നമ്മുടെ കുറച്ച് മിഷനൊക്കെ ഉണ്ടാവും. എല്ലാവരും കണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ പറയാൻ പറയുന്നൊരു കാര്യമാണ്, സ്കൂളൊക്കെ തുറന്ന് ഇപ്പം അടിപൊളിയാണ് ഗൈസ്. സ്കൂളൊക്കെ തുറന്നില്ലേ, എനിക്ക് മാത്രമേ ഉള്ളൂ അടിപൊളിയായിട്ട്. ദേ ഗൈസ് അടുത്ത കുപ്പി. കഴിഞ്ഞ എപ്പിസോഡിൽ കുപ്പി എടുത്തിട്ട് നിർത്തിയാൽ മതിയായിരുന്നു. ഓക്കെ, ഇത് അടുത്തതിനെ കൊന്നിട്ടുണ്ട്, പക്ഷെ അടുത്ത പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാപ്പ് ചെയ്താൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്. ഇങ്ങോട്ടോട്ടാ പോകാനാണെന്ന്. ഇവിടുന്ന് എൻ്റെ പുറത്ത് പോകണം. ഇവിടുന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം ആദ്യമായിട്ടാണ് വന്നതെന്ന് തോന്നുന്നല്ലേ ഗൈസ്. ഇനി നമുക്ക് പോവാം, വാ. ഞാനിപ്പോൾ അടിപൊളിയായിട്ട് ഞങ്ങൾ കുതിരനെ ഓടിക്കാൻ ലെജൻഡായി. അടുത്തൊരു ഗെയിം നോക്കുന്നുണ്ട് ചാനലിൽ ഇടാൻ. എന്ത് ഗെയിം ഇടുമെന്ന് നിങ്ങൾ തന്നെ പറയണേ, നിങ്ങളല്ലേ നമ്മുടെ എല്ലാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നാളും മൈക്ക് ഇത് ഓണാക്കിയിട്ടില്ലായിരുന്നു ഗൈസ്. കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ടിരിക്കുന്നു. നമ്മൾ കമൻറ്റ് ബോക്സ് ഓണാക്കിയിട്ടുണ്ട്. ഇനി എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഇതൊക്കെ ഇടാം, കമൻ്റ് ഇടാം. ഇനി അങ്ങോട്ടാണ് ഗൈസ് കാണിക്കുന്നത്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. ഗെയിം എപ്പോഴാണ് എൻഡ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ വലുതായിട്ട്. ഇങ്ങോട്ട് കയറാം. ഗൈസ് ഇതൊരു സെമിത്തേരി അല്ലേ ഗൈസ്? അതെ ഗൈസ്, മരിച്ചവരുടെ മറ്റേ ഇത് വെക്കണം സ്ലാബ്. ചിലപ്പോൾ നമ്മൾ ഈ ഗെയിമിൽ മരിക്കാൻ നേരത്തെ ഇവിടെ കുഴിച്ചിടുമായിരിക്കും കൊണ്ടുവന്ന്. എന്താണ് പരിപാടി? എന്താണ് ഒരു ആരോമാർക്ക് കാണിച്ചിട്ടുണ്ട് അങ്ങാട് ചെല്ലാം. ഇവിടെ ഒരു ആരോമാർക്ക് കാണിക്കുന്നുണ്ട്. ദേ ഗൈസ് ഒരു കുപ്പി. ഓക്കെ ഗൈസ്, അതും പൊട്ടിച്ചിട്ടുണ്ട്. സത്യം നമ്മളെ കുപ്പി എടുത്തിട്ട് എന്തിനാന്ന് നോക്കട്ടെ ഞാൻ. എവിടെയാണ് ഗൈസ്? കുറേ നേരം നോക്കിയൊന്നും മനസ്സിലാകുന്നില്ല. കുപ്പി ചിലപ്പോൾ ഇനി ആ മറ്റേ പുള്ളിക്ക് വല്ല സാധനത്തിനുമായിരിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്ന് ഒരു ദൂരത്ത് പോയി കുപ്പി എടുത്തായിരുന്നു. ആ പുള്ളിക്ക് തന്നെ എനിക്ക് കുപ്പിയുടെ ആവശ്യം. പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഒരാൾ നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് എടുത്തിട്ട് വരാനല്ലേ? ഇങ്ങോട്ട് എടുത്തിട്ട് വരാനാണ് പറഞ്ഞത്. എന്താണ് ചേട്ടാ സിംഗറല്ലേ കഴിഞ്ഞ എപ്പിസോഡിൽ എന്നെ കൊല്ലാൻ നോക്കിയത്? ഗൈസ് എല്ലാവരും ഇങ്ങനെയാണ് വെക്കണത്. ഗൈസ് ഇവിടെ തന്നെയാണ് അടുത്ത മിഷൻ. സെമിത്തേരിയിൽ തന്നെ ഇനി ഭൂതത്തിനെ കൊല്ലാൻ പോണം നമ്മൾ. സെമിത്തേരിയിൽ എന്താണ് പരിപാടി? ഇനി അടുത്ത ഇവിടെ എന്താ കാണിച്ചിട്ടുണ്ട്. ഇതെന്താണ് ഗൈസ്? ഇതെന്താണ് ഗൈസ്? സോംബിയാ? ഇവനൊക്കെ തട്ടുമല്ലേ. 1 2 ഹെഡ്ഷോട്ട് പ്ലെയർ ഗൈസ്, ഹെഡ്ഷോട്ട് പ്ലെയർ.
എൻ്റെ മുന്നേ തൊടണം മുഴുവൻ ഹെഡ്ഷോട്ട് ഗൈസ്. ഹെഡ്ഷോട്ട് അടിക്കുന്ന ടെക്നിക്ക് പറഞ്ഞുതരാം. ഓ ഗൈസ് എല്ലാവരും മണ്ണുണ്ടല്ലോ. കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് ഒറ്റടി. അങ്ങനെയാണ് ഹെഡ്ഷോട്ട് അടിക്കേണ്ടത്. അയ്യോ എന്നെ അടിച്ച് എന്നെ അറ്റാക്ക് ചെയ്ത് ഇവന്മാരൊക്കെ ഇപ്പം ഞാൻ അടിച്ച് പൊളിക്കും ഗൈസ്. അവനും ഫിനിഷ്, അടുത്തവനും ഫിനിഷ്, അടുത്തവനും ഫിനിഷ്, ഇവനും ഫിനിഷ്, മറ്റവനും ഫിനിഷ്, മറിച്ചവനും ഫിനിഷ്. അവിടെ നീ എന്നെ അടിക്കണമെന്ന് എനിക്ക് ദേഷ്യം വന്നിട്ട് കേട്ടോ. പൊളിയും എനിക്ക്. പന്നിക്കുഞ്ഞ് ഗൈസ്. ഇതെന്താ ഗൈസ്? പാമ്പാണ് ഗൈസ് ഇഴഞ്ഞവരെന്ന്. അവൻ്റെ കാലിൻ്റെ അടിയിൽ കൂടി നമ്മൾ അടിച്ചവനാണ്. ബീജമിട്. അയ്യോ ബുള്ളറ്റ് കയറും ഗൈസ്. നമ്മൾ ഇത്ര നേരം ഈ പൊട്ടത്തോക്ക് വെച്ചാണ് ഗൈസ് ഇവന്മാരെ അറ്റാക്ക് വെച്ചത്. ഷോർട്ട് ഗണ്ണെടുത്താലേ കളി നടക്കുള്ളൂ ഗൈസ്. അടി വേണ്ട ഗൈസ്. ഷോർട്ട് ഗണ്ണിന് കളിക്കണം ഗൈസ്. നമ്മളെ PvP പ്ലെയറിനെ പോലെ ഷോർട്ട് ഗണ്ണിന് കളിക്കണം. തീർന്നു, എല്ലാം തീർന്നു, സമാധാനമല്ല. അവനെ കൊന്നിട്ടുണ്ട്. ഇനി അടുത്ത മാപ്പ് നമ്മൾ ഗെയിമിൻ്റെ മിഷൻ മാത്രമേ കളിക്കുള്ളൂ. നമ്മൾ കുറേ അടുത്ത് കാണിക്കുന്നുണ്ട് കുറേ ഇതൊക്കെ. നമ്മൾ ഗെയിമിൻ്റെ മിഷൻ മാത്രമേ കളിക്കുന്നുള്ളൂ. എന്താണ് ഇവിടെ പരിപാടി? നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ്. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. അടുത്ത സ്ഥലത്ത് എന്താണ് പരിപാടിയോ എന്തോ. നമ്മൾ വീഡിയോക്ക് ഇപ്പോൾ ലെങ്ത് കൂടിയ കാരണമാണ് ഗൈസ് ഞാൻ ഈ വീഡിയോ ഇടാൻ വൈകണത്. അതാണ് ഒരു പ്രശ്നം ഗൈസ്. കാരണം നമ്മളിടുന്ന വീഡിയോക്കൊക്കെ ഉണ്ടല്ലോ വലിയ വീഡിയോ ഇടണം. അത് കാരണം നല്ല ഇത് വേണ്ടി വരും. എന്നാലും ശരിക്കും ഇൻ്റർനെറ്റ് വേണ്ടി വരും. അപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലാതെ നമ്മളവിടെ കുറച്ച് MBക്കാണ്. ഫോണിലാണ് നമ്മൾ ഗെയിമെല്ലാം കളിക്കുന്നത്. അത് കാരണം ഫോണിൽ തന്നെയാണ് ചാനലുള്ളത്. നമുക്ക് PC-യിലല്ലേ. നമ്മളെ പാവപ്പെട്ട. അപ്പം അത് കാരണം ചെറിയ പ്രശ്നങ്ങളുണ്ട്. അടുത്ത ആളുടെ മിഷൻ കളിക്കുന്നുണ്ട്. എന്താണ് ചേട്ടാ മിഷൻ? പറയൂ മിഷൻ എന്താണ് മിഷൻ? ഇവരെല്ലാവരും എന്താ ഇങ്ങനത്തെ സംസാരിക്കും വേണ്ട. എല്ലാവരും വൈബാണ് ഗൈസ്. കൊള്ളാല്ലേ? നമ്മുടെ മറ്റേ അരുൺ രാമിൻ്റെ ആണ് ഗൈസ്. മറ്റേ ഓ ഗൈസ് ഈ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിമിൻ്റെ അകത്ത് പല ഏരിയകളുണ്ട് ഗൈസ്. ഈ എല്ലാ ഏരിയയിലും പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഓരോ ഏരിയയിലും ഓരോ കൗബോയ്സിൻ്റെ ഏരിയ ആണ്. ഈ ഏരിയയുടെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഈ മാന് മറ്റുള്ള ജീവികളില്ലേ, മാന് ആന അങ്ങനത്തെ ജന്തുക്കൾ, അവരെയൊക്കെ കൊന്ന് വേട്ടയാടുന്ന സ്ഥലമാണിത്. സത്യം പറഞ്ഞ ഇതൊരു RD ആക്ഷനാണ്. അവൻ്റെ ഹെഡ്ഷോട്ട് കൂടി. നമ്മള് പിന്നെ കിങ് ഓഫ് ഗെയിമർ ആണ്. നമ്മളൊരു കുഞ്ഞു ഗെയിമറാണ് ഗൈസ്. ഇപ്പം നമ്മൾ ഇതിനകത്ത് നിന്ന് വന്നതല്ലോ, മുട്ട തുറന്ന് വന്നതല്ലോ. പക്ഷെ ഒരു 1 ഡേ നമ്മളെ തൊപ്പി ബ്രോ പറയണ പോലെ 1 ഡേ ഗൈസ് നമുക്കുണ്ടാകും ഗൈസ് സമയം. നിങ്ങളെക്കുറിച്ചുള്ള അനാവശ്യമൊന്നുമല്ല കേട്ടോ പറഞ്ഞത്. ഞാനത് ചുമ്മാ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് പേരുടെ റിയാക്ഷൻ വീഡിയോസൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം അതിനെക്കുറിച്ചുള്ളത്. ഞാൻ കാണാറൊക്കെ ഉണ്ട് എല്ലാവരുടെയും വീഡിയോ ഒക്കെ. ഇനി നമുക്ക് തിരിച്ചു പോകാനാണ് കാണിക്കുന്നത്. തിരിച്ചു പോകാം. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഹൊറർ ഗെയിം ഇടത്തില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ എനിക്കൊരു ഹൊറർ ഗെയിം കളിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. നമ്മളെ കളിച്ച് ഈ ചാനൽ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ചെറിയൊരു മിസ്റ്റേക്ക് മതി ഒരു ഹൊറർ ഗെയിം നമുക്ക് പണിയാകാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രീൻ റെക്കോർഡ് ആപ്പ് ലേശം ശോകമാണ്. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ സ്ക്രീൻ റെക്കോർഡർ ആപ്പ് പണി തരും നമുക്ക്. അത് കാരണം എന്തൊക്കെയാണ് നടക്കണമെന്ന് പറയാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഹൊറർ ഗെയിമൊക്കെ കളിച്ച് നമ്മൾ പേടിച്ച് വിറങ്ങലിക്കണൊക്കെ എടുത്ത് നമ്മൾ ലാസ്റ്റ് ഇടാൻ നേരത്ത് നോക്കാൻ നേരത്തായിരിക്കും കാണുക ഇത് കംപ്ലൈൻ്റ് ആയിരിക്കും. ഇതല്ല എന്നതാണ്
എൻ്റെ പേരെന്തുവാ? സ്ക്രീൻ റെക്കോർഡർ. അപ്പോൾ ചിലപ്പോൾ വർക്കായി കഴിയലായിരിക്കും. വർക്കല്ല, അത് കറക്റ്റായിട്ട് റെക്കോർഡായി കാണിയാലായിരിക്കും. അപ്പോൾ ഉണ്ടാവുന്ന ദേഷ്യമുണ്ട് ഗൈസ്. എൻ്റെ മോനെ ചില നേരത്തൊക്കെ ഫോൺ ഇടിച്ച് പൊളിച്ച് കളയാൻ തോന്നുന്നു എനിക്ക്. പിന്നെ ഞാൻ വിചാരിക്കും എനിക്ക് ഇവൻ മാത്രമല്ലേ. എനിക്കിപ്പോൾ എന്നാ നമ്മൾ ലാസ്റ്റ് ചാനലിൽ നോക്കിയപ്പോൾ നമ്മുടെ 10 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ആ 10 സബ്സ്ക്രൈബ് ഈ ഒരൊറ്റ ഫോൺ കാരണമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഗൈസ്. ഇവിടെ വലിയ വാറ് ഗൈസ്. ഒയ്യോ ഗൈസ്, ഇവിടെ പ്രശ്നമാണ് ഗൈസ്. വെള്ളം കുടി. ഒരുത്തനെ തട്ടി, അടുത്തവനെ ഹെഡ്ഷോട്ട്, അനദർ ഹെഡ്ഷോട്ട്. അനദർ ഹെഡ്ഷോട്ട്, അടുത്ത ഹെഡ്ഷോട്ട്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുക്കൻ ഇവിടെ പിടിച്ചിട്ട് വന്നിരിക്കുകയാണ്. അവനെ കൊണ്ടുപോകാനാണ് നമ്മളെ കിട്ടിയിരിക്കുന്ന മിഷൻ. എവിടെ പോണ്ടാ നീ? മുമ്പിലോട്ട് ധൈര്യമുണ്ട്, കയറി വാടാ. ഹെഡ്ഷോട്ട്. ഓക്കെ ഗൈസ്, എല്ലാവരും കൊന്നിട്ടുണ്ട്. എവിടെയാണ് ചെറുക്കൻ? ദേ ഗൈസ്, ഇവനാണ് അവൻ. എടാ മോനെ വാടാ, നീ അങ്ങോട്ട് പോക്കോ. ഞാനിപ്പോഴത്തേക്ക് പോയി ലൂട്ടൊക്കെ എടുത്ത് വെച്ചും വരട്ടെ. അവൻ പോട്ടെ, നമുക്ക് പോയി ലൂട്ടൊക്കെ എടുക്കാം. വീഡിയോ ഒരു 16 മിനിറ്റൊക്കെ കാണത്തുള്ളൂ മിക്കവാറും. അല്ലെങ്കിൽ ഞാൻ അത്ര എഡിറ്റ് ചെയ്ത് കളഞ്ഞു. എന്താണ് പറ? നമ്മൾ പോകണമായിരിക്കുമല്ലോ. നമ്മൾ പോകണമെന്നാണ് അവനെ, നമ്മൾ ആദ്യം പോകണമെന്നാണ് അവൻ്റെ ഇഷ്ടം. അവൻ സൂപ്പറാടാ. കൗബോയ്സ് കുതിരക്കിട്ട് പൊട്ടിക്കണം, എന്നാലേ ഇതുണ്ടാവുള്ളൂ. അവന്മാരെ അടിക്കാൻ പറ്റുള്ളൂ നമുക്ക്. അയ്യോ ഗൈസ്, ഹെൽത്തൊന്നും പോയി ചത്തേക്കല്ലേ. ഇതെന്താണ്? അവൻ ഇരുന്നതാണ്. ഞാൻ വെച്ച് മാഞ്ഞു പോയെന്ന്. അയ്യോ ഗൈസ്, എന്നെ അടിക്കുന്ന ഗൈസ് അവര് വളഞ്ഞിട്ട്. പൊട്ടിക്കടാ എൻ്റെ തല, എൻ്റെ തല പൊട്ടിക്കടാ. അവനും തട്ടി. ഒരു കുതിര നിൽക്കുന്നുണ്ട്. കുതിരനെ കൊന്നാലോ ഗൈസ്. ഇവനെ ഇതിൻ്റെ മേളിൽ വെച്ച് തന്നെ നമുക്ക് തട്ടാം. അടി, നീ കൊല്ലല്ല, നീ എന്നെ കൊല്ലടാ നീ. അവനെ ഞാൻ കൊന്നി. ഞാൻ അടുത്ത് എങ്ങോട്ടാ വേണ്ട? ഗൈസ്, ഇവിടെ മാപ്പിൽ കാണിക്കുന്നുണ്ട്. അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഗൈസ്, നമ്മൾ ഫോണിൻ്റെ ചാർജ് ഒന്ന് കുത്താൻ പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഇല്ലായിരുന്നു. ഇപ്പം ചാർജ് കുത്തിയിട്ടാണ് കളിക്കണത്. അതൊന്നും നല്ലതല്ല. എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് അങ്ങനെയൊന്നും കളിക്കരുത്. ഫോൺ കംപ്ലൈൻ്റ് ആവും. പണ്ടേ ഫോൺ അടിച്ചു, ഇത്രയേ ഉള്ളൂ. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ നമ്മളെ തട്ടാൻ ആൾ വരുമോ? അല്ല, അവൻ ഓടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവനിന് തന്നെ തട്ടാൻ വന്നവനായിരിക്കും. ഒറ്റയ്ക്ക് പാടാ എൻ്റെ മുമ്പിലെ. കൊക്കലായിട്ടൊന്ന് മീലല്ലേ. അടുത്ത മിഷൻ ഇവിടെ കാണിക്കണം. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. ആ ചേട്ടനാണ് ഗൈസ്. ഇവൻ നമ്മുടെ ഫ്രണ്ടായിരുന്നു കേട്ടോ. ഇവൻ ആദ്യത്തെ ഒരു സമയത്ത് നമ്മളെ തട്ടാൻ വന്നവനാണ്. ഇവൻ്റെ ഫോട്ടോ ഇതാണ്. ഗൈസ്, ഇതിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഞാൻ കയറി നോക്കട്ടെ. മാറാ കിളവാ. ഓക്കെ, കയറി നോക്കാം. ഇതൊരു ടണലാണെന്ന് തോന്നുന്നു. ടണൽ. ഇതിൻ്റെ അകത്ത് കയറി നോക്കാം. എന്താണ് പരിപാടി? ആരും ഇല്ല ഗൈസ് ഇവിടെ. ഹായ്, എന്താണ് പരിപാടി? ഇതെന്നാണ് ഇവനെ ചാടി കൊല്ലി ഇവനൊക്കെ തട്ട്. സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറ്റേ, നമ്മൾ കുതിരയുടെ മേളിൽ നിന്ന് ഇറങ്ങണ നിങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം എടാ, ഇവൻ പ്രശ്നക്കാരാണ് ഗൈസ്. നരഭോജികൾ ഗൈസ്. ഇത് മറ്റേ അത്ഭുത ദ്വീപ് സിനിമയുടെ മറ്റേ സാധനങ്ങളല്ലേ ഗൈസ്? അതിനെന്താ പറയുക? നരഭോജികളാ. അയ്യോ ചത്ത്. എന്താ കൊന്നു. ഇത് മറ്റേ നരഭോജികളാണ് ഗൈസ്. മനുഷ്യമാംസം അറിഞ്ഞ നരഭോജികൾ. അയ്യേ ചമ്മിപ്പോയേ. അയ്യേ. ഒരുത്തന് ഫിനിഷ്, അടുത്തവൻ ഫിനിഷ്. അടുത്തവന് കൊന്നു. നിന്നെ കൊന്നതാണ്. നിന്നെ നേരത്തെ ഞാൻ കൊന്നതാണ്. നീ പക്ഷെ ചത്തില്ല പട്ടി. നിന്നെ കൊല്ലോട പട്ടി. ഗൈസ്, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഗെയിമിൻ്റെ വീഡിയോ ചാനലിട്ടപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു ഇതിൻ്റെ അകത്ത് നമുക്ക് കുതിരേനെയൊക്കെ വാങ്ങിക്കാമെന്ന്. ഇല്ല, ഞാനൊന്ന് നോക്കട്ടെ ഗൈസ്. കുതിരേനെയൊക്കെ
ആ ഗൈസ്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞെന്ന് തോന്നുന്നു കേട്ടാ, കുതിരനൊക്കെ മേടിക്കാന്ന്. അപ്പം അവനെന്നോട് തിരിച്ചു പറഞ്ഞാണ്. ഇതാണ് ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുതിര. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു നിങ്ങളോട്. അപ്പം ഇതിനെ നമുക്ക് മേടിക്കാം. മേടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുതിര, വെള്ളക്കുതിര ഗൈസ്. ഇതിന് ഭയങ്കര സ്പീഡാണ് ഗൈസ്. പിന്നെ വന്ന് വരാൻ പറ്റില്ല മോനെ, നീ വെയിറ്റ് ചെയ്യും, ഞാൻ അണ്ണനിപ്പോൾ വരാം. അയ്യോ എവിടെ എന്നെ കൊന്നറാ. തോക്കെട്. നമ്മൾ മറ്റേ ഇതാണ് ഗൈസ്, മറ്റേ വലിയ കിങ് ഫൈറ്ററാണ് നമ്മൾ. അത് കാരണം കിങ് ഓഫ് പൈലറ്റ് എന്ന് പറയല്ലോ, അതുപോലെ കിങ് ഓഫ് കൗബോയ് ആണ് ഗൈസ്. നമ്മൾ കിങ് ഓഫ് കൗബോയ് ആകാൻ വേണ്ടി എന്നാ നരഭോജികളായിട്ട് നമ്മൾ ഫൈറ്റ് എടുക്കുകയാണ്. കൊല്ലോടെ എന്നൊക്കെ പാട്ടി വടമന. അങ്ങനെ അങ്ങ് പോയാലോ. അയ്യോ ഇവന് ഭയങ്കര ഹെൽത്ത് ഉണ്ട്. അങ്ങനെ അങ്ങ് പോയാലോ. ഓ എപ്പിക്ക് സീൻ അത് കണ്ടായിരുന്നു ഗൈസ്. അവൻ ചാടി വന്നെ നേരത്തെ ടക്കെന്ന് പറഞ്ഞ് തല പൊട്ടിച്ചത് വിഷയല്ലേ ഗൈസ്. എൻ്റെ സ്കിൽസൊക്കെ കണ്ടോ നിങ്ങൾ? പെട്ടെന്ന് അങ്ങോട്ട് ഓടി ചെല്ലി. എവിടെയാണ് അടുത്തത്? എവിടെയാണ് പറയൂ. കുതിരയുടെ മേലെ കയറി പോകും ഗൈസ്, അല്ലെ പിന്നെ പണിയാണ്. നമ്മളെ ഓടിച്ചെല്ലാനാണ്. കുതിര കൊടുക്കുന്ന സ്പീഡാണ് കേട്ടോ ഗൈസ്. എനിക്ക് തോന്നുന്നത് ഇതിലമ്പഴേ നമുക്ക് ഏതാണ് ഈ സ്ഥലം. അടുത്തവന്മാർ വരുന്നുണ്ട്. ഗണ്ണൊക്കെ എടുത്ത് റെഡി ആക്കിയോ. എവിടാ നീക്കം? കയറി വേണം നരഭോജികളെ. ദേവന്നി തുടങ്ങിക്കോ. അയ്യേ കിട്ടില്ല. നാണക്കേട്. ദേ അടുത്ത് ഇവനെന്നെ എഴുത്താടാ നോക്കിയേ. ഞാൻ പെട്ട്. എടാ ഇവന്റെ സൈസ് നോക്കിയേ. ഇതെന്നെ ആനേ. ഇതാണ് കിങ് ഓഫ് നരഭോജി. അല്ല, കിങ് ഓഫ് ലയൺ വന്നാലും ഞാൻ അടിച്ചുറക്കും ഞാൻ എല്ലാത്തിനും. എന്തൊരു ചാട്ടാണിത്. കിങ് ഓഫ് നരഭോജി എന്നെ മാന്തി. ഈ കിങ് ഓഫ് നരഭോജി ഭയങ്കര പാടാണ് കേട്ടാ. അയ്യോ എൻ്റെ കാലി, എൻ്റെ പൊന്നു കഴിച്ച് ഏതാണ്ട് കാലിട്ട് കുത്തിയപ്പോൾ ഞാൻ പേടിച്ചു പോയി പണ്ടാരോ. തീർന്ന് എന്താ ബുള്ളറ്റും തീർന്ന്, ഹെൽത്തും തീർന്ന്. ഇത് എന്നെ കൊല്ലാനും മഞ്ഞി. ലോഡിങ് ചെയ്. ഒരുത്തന്നെ തട്ടി കേട്ടാ. അടുത്തന്നെ ഇപ്പം തട്ടും, ഇവനും തട്ടും, മാറ്റാനും തട്ടും. കിങ് ഓഫ് നരഭോജി എന്നെ വന്നാലും അടിച്ചുറക്കും. എല്ലാത്തിനും ഉറക്കും. ചാടി വാളപ്പാന്ന് 3 ഹെൽത്ത്. ഇതേ കിങ് ഓഫ് നരഭോജി അല്ല, എന്നെ വന്നാലും കൊല്ലും. എല്ലാത്തിനും കൊന്നിരിക്കും. എൻ്റെ ഒരു കൊച്ചാഗ്രഹമുണ്ട്, ഞാൻ നിങ്ങളുടെ ഞാൻ പറയാൻ പോവുകയാണ്. പക്ഷെ എനിക്ക് ഇതിലും വഴി പോയാൽ കൊള്ളാമെന്നുണ്ട്. ഇതിലും വഴി എന്താ പരിപാടി നോക്കട്ടെ. ഈ പണി പാളിയോ ഒന്നും നോക്കാമല്ലോ ഗൈസ്. എന്താണ് പണി? എന്താണ് സീൻ? എന്താണ്? അയ്യേ പെട്ടെന്ന് ഇറങ്ങാനുള്ള വഴിയാണോ? ഞാൻ വിചാരിച്ച് ഏതാണ്ടാ വേറെ വല്ലയിടത്തോട്ടും പോയി പുതിയ മാപ്പ് ചെയ്യാൻ വന്ന് അടിച്ച് എല്ലാത്തിനും ഇപ്പം മെഴുകുക. ഇതാണെന്നൊക്കെ ഇത് വെറുതെ പൊട്ടം കേട്. അയ്യോ അങ്ങനെതാ നമ്മൾ വന്നിട്ടുണ്ട്. നമ്മുടെ പുതിയ കുതിരനെ കണ്ട് എല്ലാവരും ഇപ്പോൾ വിറക്കും ഗൈസ്. കണ്ടു നിങ്ങൾ ഈ കുതിര കണ്ടോ ഗൈസ്? നമ്മളിപ്പോൾ ഇത്രയും സ്പീഡ് കൊണ്ട് നമ്മളിത് ഇവിടം വരെ വന്നു ഗൈസ്. നമ്മളെ ഈ കുതിരനെ സമ്മതിക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇത് പെട്ടെന്ന് സ്പീഡിൽ കയറണമുണ്ടല്ലേ. ഇത് കണ്ടോ ഗൈസ്, നമ്മുടെ കുതിര എത്ര പെട്ടെന്നാണ് ഇവിടെ എത്തിക്കണമെന്ന് കണ്ടോ നിങ്ങൾ. നമുക്ക് ഈ വീഡിയോ ഇവിടെ ചെൻഡ് ചെയ്തല്ലോ ഗൈസ്. ഇവിടെ ചെൻഡ് ചെയ്യാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, നമ്മൾ പുറത്തോട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ ചെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ മിഷനും കൂടി കളിച്ച് നോക്കാം ഗൈസ്. ഈ മിഷനും കൂടി കളിച്ച് കഴിഞ്ഞാൽ അടുത്ത മിഷൻ എന്താണെന്ന് നോക്കാം. ചിലപ്പോൾ ഈ മിഷൻ കൊണ്ട് ഈ ഗെയിം എൻഡ് ചെയ്താലേ. അല്ലേ വേണ്ട ഗൈസ്, ഈ മിഷനോട് നിർത്താം. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അടുത്ത വീഡിയോക്ക് വരുന്നതായിരിക്കും. ബൈ ബൈ. సామజవర గమన నిన్ను చూసి ఆగగలనా మనసు మీద వయసుకున్న అడుపు చెప్ప తగునా